രാജ്യത്ത് നാലാം ഘട്ട തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായുള്ള പരസ്യ പ്രചാരണം നാളെ അവസാനിക്കും. 9 സംസ്ഥാനങ്ങളും ഒരു കേന്ദ്രഭരണ പ്രദേശവും ഉൾപ്പെടുന്ന 96 മണ്ഡലങ്ങളിൽ 13-നാണ് തെരഞ്ഞെടുപ്പ് നടക്കുക. ഇതിൽ ആന്ധ്രാപ്രദേശിലാണ് ഏറ്റവും അധികം ലോക്സഭാ മണ്ഡലങ്ങൾ ഉൾപ്പെടുന്നത്. നിലവിലെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ അനുകൂലമായതിനാൽ ദക്ഷിണ ഭാരതത്തിൽ നിർണായക ചുവടുവയ്ക്കാൻ സാധിക്കും എന്നാണ് BJP ക്യാമ്പുകളും കണക്കുകൂട്ടുന്നത്. വിവരങ്ങളുമായി നന്ദഗോപൻ ചേരുന്നു. നന്ദനി, നാലാം ഘട്ടത്തിലേക്ക് പോകുന്ന സംസ്ഥാനങ്ങളിലെ മണ്ഡലങ്ങൾ, അവരുമായി ബന്ധപ്പെട്ട ഈ മുന്നണികളുടെ വിജയപ്രതീക്ഷകൾ എന്തൊക്കെയാണ്? അപ്പോൾ തന്നെ ആന്ധ്രയിലാണല്ലോ ഏറ്റവും അധികം ഈ നാലാഘട്ടത്തിൽ ലോക്സഭാ മണ്ഡലങ്ങൾ ഉൾപ്പെടുന്ന പോളിംഗ് ബൂത്തിലേക്ക് പോകുന്നത്. BJPക്ക് നിലവിലെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ അനുകൂലമാക്കുന്നതിന് വേണ്ടി പാർട്ടി എന്തായാലും വളരെയധികം പണിയെടുക്കുന്നുണ്ട്. പ്രത്യേകിച്ചും കേന്ദ്ര സർക്കാരിൻ്റെ നേട്ടങ്ങളൊക്കെ മുന്നോട്ട് വെച്ചുകൊണ്ടാണ്, അവർക്ക് കൃത്യമായി കണക്കുകൾ ജനങ്ങളുടെ മുന്നിലേക്ക് വയ്ക്കാൻ സാധിക്കും എന്നുള്ളത് കൊണ്ട് തന്നെ അത് മുന്നോട്ട് വെച്ചുകൊണ്ടാണ് BJP തെരഞ്ഞെടുപ്പിനെ നേരിടാൻ പോകുന്നത്. നാലാം ഘട്ടത്തിൽ എങ്ങനെ വിലയിരുത്താം നമുക്ക്? ലക്ഷ്മി, 9 സംസ്ഥാനങ്ങൾ കൂടാതെ ജമ്മു കാശ്മീരിലെ ശ്രീനഗർ മണ്ഡലം ഉൾപ്പെട്ട അങ്ങനെ 10 ഇടങ്ങൾ, 10 സംസ്ഥാനങ്ങളിലെ 96 മണ്ഡലങ്ങളിലാണ് നാലാം ഘട്ട തെരഞ്ഞെടുപ്പ് 13-ന് നടക്കുന്നത്. പരസ്യപ്രചരണം നാളെ അവസാനിക്കും. വലിയ ഒരു കൊട്ടിക്കലാശമോ കാര്യങ്ങളോ ഒന്നും തന്നെ ഉണ്ടാകില്ലെങ്കിലും പരമാവധി വോട്ടുകൾ സംഭരിക്കുവാൻ വേണ്ടി മുന്നണികൾ വലിയ തത്രപ്പാടിലാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ആന്ധ്രാപ്രദേശാണ്. ആന്ധ്രയിൽ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിനോടൊപ്പം തന്നെ സംസ്ഥാന നിയമസഭയിലേക്കുള്ള തെരഞ്ഞെടുപ്പ് നടക്കുന്നു എന്നുള്ളതാണ് പ്രത്യേകത. 175 മണ്ഡലങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പും കൂടാതെ 25 ലോക്സഭാ മണ്ഡലങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പാണ് നടക്കുന്നത്. അതിനാൽ തന്നെ മുഴുവൻ കണ്ണുകളും ആന്ധ്രാപ്രദേശിലാണ്. ഇന്ന് പ്രധാനമന്ത്രി തെലങ്കാനയിൽ ഉച്ചയ്ക്ക് ശേഷം 2 ഇടങ്ങളിൽ പ്രചരണ പരിപാടികളിൽ പങ്കെടുക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ഇപ്പോൾ നിലവിലെ രാഷ്ട്രീയ സാഹചര്യം, പ്രത്യേകിച്ച് ദക്ഷിണേന്ത്യയിലെ രാഷ്ട്രീയ സാഹചര്യങ്ങളൊക്കെ തന്നെ BJPക്ക് അനുകൂലമാകുന്നു എന്നുള്ള ഒരു വിലയിരുത്തലാണ് ഈ നേതൃനിരയിൽ ഉണ്ടായിരിക്കുന്നത്. അതിനാൽ തന്നെ ആന്ധ്രാപ്രദേശിലും തെലങ്കാനയിലും നിർണായക ശക്തിയാകുവാൻ വേണ്ടി BJP ശ്രമിക്കുമ്പോൾ അതിനെ തടയിടുവാൻ വേണ്ടിയുള്ള ഒരുക്കങ്ങളാണ് കോൺഗ്രസിൻ്റെ ഭാഗത്തുനിന്നും ഉണ്ടാകുന്നത്. കോൺഗ്രസ് ന്യൂനപക്ഷ പ്രീണനം നടത്തി, അല്ലെങ്കിൽ ന്യൂനപക്ഷ വോട്ടുകൾ പെട്ടിയിലാക്കുവാൻ വേണ്ടിയുള്ള പരമാവധി ശ്രമങ്ങൾ അത് പല കോണുകളിലൂടെയും നടത്തുന്നു എന്നുള്ള ആരോപണം BJP നടത്തുന്നുണ്ട്. അതായത് പരമാവധി വർഗീയത ആളിക്കത്തിച്ചുകൊണ്ട്, അവിടെ മുസ്ലിം വികാരം ആളിക്കത്തിച്ചുകൊണ്ട് ആ വോട്ടുകൾ തങ്ങളുടെ പെട്ടിയിലേക്ക് വീഴ്ത്തുവാൻ വേണ്ടി അവിടെ കോൺഗ്രസും അതേപോലെ തന്നെ പ്രതിപക്ഷ സഖ്യവും ശ്രമിക്കുന്നുണ്ട്. അതേസമയം നിലവിലെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ, നരേന്ദ്രമോദി സർക്കാരിൻ്റെ വികസന പ്രവർത്തനങ്ങൾ, ഇതിലെല്ലാം ഊന്നിയുള്ള ഒരു വികസന കാഴ്ചപ്പാട് ജനങ്ങളിലേക്ക് എത്തിച്ചുകൊണ്ടാണ് BJP അവിടെ വോട്ട് തേടുന്നത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ഈ ആന്ധ്രാപ്രദേശിലെ സംബന്ധിച്ചിടത്തോളം അവിടെ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്നു എന്നുള്ളതും ഏറെ നിർണായകമാണ്. പ്രത്യേകിച്ച് നിലവിലെ ഭരണകക്ഷിയായ YSR കോൺഗ്രസും അതേപോലെ തന്നെ TDPയും BJPയും ചേർന്നിട്ടുള്ള NDA സഖ്യവും തമ്മിലുള്ള കടുത്ത മത്സരമാണ് ആന്ധ്രാപ്രദേശിൽ നടക്കുന്നത്. അതേപോലെ തന്നെ മറ്റ് നാളെ 13-ന് ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്ന മണ്ഡലങ്ങൾ കൂടി പരിശോധിക്കുമ്പോൾ അതിൽ ഏറ്റവും എടുത്തു പറയേണ്ട മണ്ഡലത്തിലൊന്നാണ് ഹൈദരാബാദ്. ഹൈദരാബാദിലും കടുത്ത മത്സരമാണ്. ആ മണ്ഡലം ഏത് വിധേനയും പിടിക്കുവാൻ വേണ്ടിയാണ് BJP ശ്രമിക്കുന്നത്. ഏതാണ്ട് 65% മുസ്ലിങ്ങളുള്ള മണ്ഡലമാണ് ഹൈദരാബാദ്. സ്വാഭാവികമായും AIM IM ആണ് കഴിഞ്ഞ 84 മുതൽ അവിടെ ഭരണം, അല്ലെങ്കിൽ ആ മണ്ഡലത്തെ പ്രതിനിധീകരിക്കുന്നത്. അസദുദ്ദീൻ ഓവൈസി അവിടെ MP ആയിട്ട് ഇപ്പോൾ 5ാം ടേൺ കഴിഞ്ഞിരിക്കുന്നു. ആ മണ്ഡലം ഏത് വിധേനയും തിരിച്ചു പിടിക്കണം എന്നുള്ളതാണ്. മണ്ഡലത്തിലെ വികസനങ്ങളുടെ പോരായ്മകളും അതേപോലെ തന്നെ നിലവിലെ അവിടുത്തെ ജനങ്ങളുടെ ജീവിത സാഹചര്യങ്ങളുമൊക്കെ ഊന്നിക്കൊണ്ട് സിനിമാ താരമായിരുന്ന മാധവി ലത അവിടെ പ്രചരണം മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. പ്രത്യേകിച്ച് അവർ ഈ ഹൈദരാബാദിൽ ഉയർത്തിക്കാട്ടുന്ന ചില പ്രധാനപ്പെട്ട വിഷയങ്ങളുണ്ട്. അതിൽ ഏറ്റവും പ്രധാനം ലവ് ജിഹാദ് തന്നെയാണ്. ഹിന്ദു വിഭാഗത്തിൽപ്പെടുന്ന സ്ത്രീകളെ ലവ് ജിഹാദിലൂടെ വശീകരിച്ച് കൊണ്ടുപോകുന്ന സാഹചര്യങ്ങൾ, അതേപോലെ തന്നെ അവിടെ മുസ്ലിം പെൺകുട്ടികൾ അനുഭവിക്കുന്ന അവിടുത്തെ ജീവിത സാഹചര്യങ്ങളും പ്രധാനപ്പെട്ട തെരഞ്ഞെടുപ്പ് പ്രചരണ വിഷയമാകുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അവിടെ മുസ്ലിം പെൺകുട്ടികളെ മറ്റ് സ്ഥലങ്ങളിൽ നിന്നുമുള്ളവർ എത്തി വിവാഹം കഴിച്ച് അവർ എവിടേക്ക് പോകുന്നു എന്ന് പോലും അറിയാൻ കഴിയുന്നില്ല. അവിടുത്തെ മുസ്ലിം പെൺകുട്ടികളുടെ ജീവിത സാഹചര്യങ്ങൾ, അവരുടെ വിവാഹം, ഇതെല്ലാം വലിയ ഗുരുതര പ്രശ്നങ്ങൾ, അല്ലെങ്കിൽ അതിൽ ഗുരുതര ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് അവിടെ മാധവി ലത പ്രചരണം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഒപ്പം തന്നെ വികസന പ്രവർത്തനങ്ങളും അവിടെ ഈ തെരഞ്ഞെടുപ്പ് പ്രചരണ വിഷയങ്ങളിൽ ചർച്ചയാകുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഏതായാലും 96 മണ്ഡലങ്ങളിൽ കൂടുതൽ മണ്ഡലങ്ങളുള്ളത് ദക്ഷിണേന്ത്യയിലാണ്. അതിനാൽ തന്നെ ഈ നാലാം ഘട്ട തെരഞ്ഞെടുപ്പിൽ BJP കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതും ദക്ഷിണേന്ത്യയിൽ തന്നെയാണ്. ലക്ഷ്മി, ശരി, നന്ദനാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരുന്നത്.